ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. അതും നമ്മൾ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് മിക്സിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. നമ്മളിപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്, ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 2.5-3 ടേബിൾ സ്പൂണോളം പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തായാലും ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ വിപ്പിംഗ് ക്രീമിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് 1 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴത്തേക്ക് ആ കോൺഫ്ലോറിൻ്റെയൊക്കെ വല്ലാത്തൊരു ചെറിയൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് മാറി നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതിൻ്റെ നേർപകുതി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഇത് കുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലോറിൻ്റെ മണം തന്നെയായിരിക്കും അതിലെടുത്ത് നിൽപ്പുണ്ടാവുക, നമുക്കൊരു കറക്റ്റ് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ കുറുക്കി കൊടുക്കണം, അതായത് കട്ടയൊന്നും കെട്ടാണ്ട് നന്നായിട്ട് കുറുക്കി കൊടുക്കണം. അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് പാലെല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ആ ഒരു പാലിൻ്റെ കൂട്ടി ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി. ഇനി ഇതിലോട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തണുത്ത പാലും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് സ്പീഡിൽ അടിച്ചെടുക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ആ ഒരു ചെറുതായിട്ട് ഈ ഒരു ക്രീം ലൂസായി കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അതേപോലെ തണുത്ത പാൽ തന്നെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ക്രീമായിട്ട് അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും വിപ്പിംഗ് ക്രീം കിട്ടണം എന്നില്ല, അല്ലെങ്കിൽ ആർക്കും പുറത്തു പോയി വാങ്ങാനൊന്നും പറ്റാറില്ല. പക്ഷേ ഇതൊരു സൂപ്പർ വിപ്പിംഗ് ക്രീമാണ്, നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. കോൺഫ്ലോറും പാലും പഞ്ചസാരയൊക്കെ, പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ പാൽപ്പൊടി എന്തായാലും മിസ് ചെയ്യാതെ ചേർക്കണം, പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ഒരു ക്രീമി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് തന്നെ കേക്കൊക്കെ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കേക്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഒരു പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിരുന്നു, അത് ഒരുപാട് പേര് ട്രൈ ചെയ്തു, ഒരുപാട് പേർക്ക് ഇഷ്ടമായി. പിന്നെ ചെയ്തിട്ട് ശരിയാവാത്തവർക്കും ആ രീതിയിൽ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഫോട്ടോസ് അയച്ചു തന്നു. വാട്സപ്പ് വഴിയും മെയിൽ വഴിയൊക്കെ ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷം അത് കാണുമ്പോൾ. അപ്പോൾ ഈ പൊറോട്ട റെസിപ്പി കണ്ടിട്ടില്ലാത്തൊരു മേളിൽ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ വീഡിയോ കാണാൻ പറ്റും. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊറോട്ട കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് അതുപോലെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോയും ഫോട്ടോയും ഷെയർ ചെയ്തെന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു. അപ്പോൾ എല്ലാവരും ഈ വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.